ഖത്തറിനെതിരെ ഇസ്രായേൽ ആക്രമണം അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ ഐക്യത്തിന്റെ പുതിയ അധ്യായത്തിന് തുടക്കമാകുമെന്ന് സൂചന. 3 വർഷം നീണ്ട ഖത്തർ ഉപരോധത്തിനു ശേഷം ഇതാദ്യമായി അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ ഇത്രയും ശക്തമായ ഐക്യം രൂപപ്പെടുന്നു. 5 ഹമാസ് നേതാക്കളടക്കം 6 പേർ കൊല്ലപ്പെട്ട ഇസ്രായേൽ ആക്രമണം ഖത്തറിന് മാത്രമല്ല ഗൾഫ് ഇസ്ലാമിക രാജ്യങ്ങൾക്കുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. 1990 ഓഗസ്റ്റ് ആദ്യം സദ്ദാം ഹുസൈൻ കുവൈത്തിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പു നൽകിയ അമേരിക്ക പിന്നീട് ഇസ്രായേലുമായി ചേർന്ന് നടത്തിയ നീക്കങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്ക് ഒട്ടും തൃപ്തികരമായിരുന്നില്ല. ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് എന്നീ രാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ സ്ഥാപിച്ച ശേഷവും ഇസ്രായേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തിയ നീക്കങ്ങൾ പരക്കെ വിമർശിക്കപ്പെട്ടിരുന്നു. താലിബാനും അമേരിക്കയും തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ ദോഹയിൽ താലിബാൻ കാര്യാലയം തുറക്കാൻ മുൻകൈയെടുത്ത അമേരിക്ക പിന്നീട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട സംഘർഷത്തിന് അയവ് വരുത്തുന്നതിനും ഖത്തറിന്റെ മധ്യസ്ഥത ആവശ്യമായിരുന്നു. എന്നാൽ പിന്നീട് ഇതിന്റെ പേരിൽ തീവ്രവാദ ബന്ധം ആരോപിച്ച് മറ്റ് ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തിയപ്പോൾ അമേരിക്ക എരുതിയിൽ എണ്ണയൊഴിക്കുന്ന നിലപാട് സ്വീകരിച്ചതും ലോകം കണ്ടു. 2017 3 വർഷം നീണ്ട ഖത്തർ ഉപരോധത്തിലാണ് ഇത് കലാശിച്ചത്. GCC രാജ്യങ്ങൾക്കിടയിൽ വലിയ ഭിന്നിപ്പിന് ഇതിടയാക്കിയെങ്കിലും അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഖത്തറിൽ നടത്തിയ ഇസ്രായേൽ ആക്രമണം തടയാൻ അമേരിക്കക്ക് കഴിയാതിരുന്നത് ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ പുനരാലോചനയ്ക്ക് വഴിവെക്കും. ഹമാസ് നേതാക്കളെ ഖത്തറിന്റെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തില്ലെന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉറപ്പ് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ അമേരിക്ക നൽകിയ വാഗ്ദാനവും സെപ്റ്റംബർ 9 നടത്തിയ ഖത്തർ ആക്രമണത്തോടെ അട്ടിമറിക്കപ്പെടുകയായിരുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തിവന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിലും ഇസ്രായേലിന്റെ അധിനിവേശ ശ്രമങ്ങൾക്ക് തടയിടുന്നതിനും ചെറുവിരലനക്കാൻ തയ്യാറാവാതിരുന്ന അമേരിക്ക പിന്നീട് അബ്രഹാം കരാറുണ്ടാക്കി ഇസ്രായേലും അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായുള്ള ബന്ധം നല്ല നിലയിലാക്കാൻ നടത്തിയ ശ്രമങ്ങളും സതുദ്ദേശത്തോടെയല്ല വിലയിരുത്തപ്പെട്ടത്. 2020 അമേരിക്ക മുന്നോട്ടുവെച്ച അബ്രഹാം കരാറിൽ ഈജിപ്ത്, ജോർദാൻ, മൊറോക്കോ, UAE, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ ഒപ്പുവെച്ചെങ്കിലും ഖത്തറും സൗദിയും ഒമാനും കുവൈത്തും മുഖം തിരിഞ്ഞു നിന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും കനത്ത തിരിച്ചടിയായി. ഏതായാലും ഖത്തർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും പ്രസ്താവനകൾക്കപ്പുറം ഒരു വീണ്ടുവിചാരത്തിന് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ തയ്യാറാവുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ആക്രമണം വലിയ അളവോളം കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. യമൻ സൗദി അതിർത്തിയിൽ നിന്നും അൻവർ പാലേരി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.